തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ക്രിയാറ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊക്കെ ക്രിയാറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ച് ക്രിയാറ്റിൻ ആരൊക്കെ എടുത്താൽ ഗുണമുണ്ട്, ആരൊക്കെ എടുത്താൽ ഗുണമില്ല എന്നൊരു വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അതായത് വ്യക്തിപരമായിട്ട് ഞാൻ ക്രിയാറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ക്രിയാറ്റിൻ എടുത്താൽ ആർക്ക് ഗുണമുണ്ട്, ആർക്ക് ഗുണമില്ല, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആദ്യമായിട്ട് ക്രിയാറ്റിൻ എന്താണ്? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ പരിണാമപരമായിട്ട് എന്തിനാണ് ക്രിയാറ്റിൻ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്? ബേസിക്കായിട്ട് പറഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞ പോലെ പെട്ടെന്നായിട്ട് പെട്ടെന്ന് ഒരു 10 മുതൽ ഒരു 12 സെക്കൻഡ്സ്, ആദ്യത്തെ ഒരു 10 മുതൽ 12 സെക്കൻഡ്സ് നമ്മളൊരു കാര്യം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എനർജി വേണമല്ലോ. നമുക്കൊരു പെട്ടെന്ന് ചെയ്യണം ഒരു കാര്യം, അപ്പോൾ അതിന് നമുക്ക് എനർജി വേണം. അതിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത്, ഫോസ്ഫോക്രിയാറ്റിൻ. അതായത് ഈ ക്രിയാറ്റിൻ എങ്ങനെയാണ് ഉണ്ടാവണതെന്നാണ് ബേസിക്കായിട്ട് അറിയേണ്ടത്. അതാണല്ലോ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്ന വരി അതാണ്. ക്രിയാറ്റിൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് സപ്ലിമെൻ്റ് വഴി കിട്ടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സീ ഫുഡോ റെഡ് മീറ്റോ കഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അല്ലാതെ തന്നെ സീ ഫുഡും റെഡ് മീറ്റും കഴിക്കാതെ തന്നെ ക്രിയാറ്റിൻ നിങ്ങളുടെ ശരീരം നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ എങ്ങനെയാണ് ക്രിയാറ്റിൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്? ക്രിയാറ്റിൻ പ്രധാനമായിട്ട് 3 അവയവങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് കിഡ്നി, ലിവർ, പാൻക്രിയാസ്. ഇതിൽ 3ഉം കൂടെയാണ് ക്രിയാറ്റിൻ ഉണ്ടാക്കുന്നത്. ക്രിയാറ്റിൻ ഉണ്ടാക്കപ്പെടുന്നത് അമിനോ ആസിഡ്സ് കൊണ്ടാണ്. മൊത്തം 3 അമിനോ ആസിഡ്സാണ് ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആവശ്യം. ഒന്നാമത്തെ അമിനോ ആസിഡ് മെഥിയോണിൻ, രണ്ടാമത്തത് ഗ്ലൈസിൻ, മൂന്നാമത്തത് അർജിനൈൻ. അർജിനൈനെ കുറിച്ച് പറയുമ്പോൾ അർജിനൈൻ ഒരു സപ്ലിമെൻ്റ് തന്നെ ഉണ്ട്, അറിയാമല്ലോ. അത് എന്തു പറയാൻ, പമ്പിങ്ങിനൊക്കെ വേണ്ടി അമിനോ ആസിഡ്സ് ഗുണം ചെയ്യും അർജിനൈൻ. അല്ല, അതൊന്നും ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. നാച്ചുറൽ ഡയറ്റ് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് പോട്ടെ, നമ്മുടെ ശരീരം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന അമിനോ ആസിഡാണ് അർജിനൈൻ. ഈ അമിനോ ആസിഡ്സ് 20ഓളം അമിനോ ആസിഡ്സ് ഉണ്ട്. ഇതിൽ 9 എണ്ണമാണ് നമുക്ക് ഫുഡിൽ നിന്ന് ആവശ്യം. അപ്പോൾ ഈ ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഫുഡിൽ നിന്ന് കിട്ടേണ്ട ആവശ്യമില്ല, നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന അമിനോ ആസിഡാണ്. അതുപോലെ തന്നെയാണ് അർജിനൈനും, നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കും, പുറത്തുനിന്ന് കിട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ മെഥിയോണിൻ ഈ 9 എണ്ണം ഫുഡിൽ നിന്ന് മാത്രം കിട്ടുന്ന 9 അമിനോ ആസിഡിൻ്റെ കൂട്ടത്തിലുള്ളതാണ് മെഥിയോണിൻ. അപ്പോൾ ഗ്ലൈസിനും അർജിനൈനും നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കും, മെഥിയോണിൻ ഫുഡിൽ നിന്ന് കിട്ടണം. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല എന്ന് വെച്ചോ, നിങ്ങളുടെ ശരീരം ഗ്ലൈസിനും അർജിനൈനും ഈ 2 അമിനോ ആസിഡ്സ് ഉണ്ടാക്കും. ഫുഡിൽ നിന്ന് മെഥിയോണിൻ കിട്ടിയില്ലെങ്കിൽ ക്രിയാറ്റിൻ്റെ ഉൽപ്പാദനം നടക്കത്തില്ല. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ മെഥിയോണിൻ അമിനോ ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം, എന്നാൽ മാത്രമേ ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രിയാറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തന്നെയാണ്, പെട്ടെന്ന് ഈ ക്രിയാറ്റിൻ്റെ എഫക്റ്റ് നീണ്ടു നിൽക്കുന്നത് ഒരു 10 മുതൽ 12 സെക്കൻഡ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ക്രിയാറ്റിൻ ആയിരിക്കത്തില്ല ആ ഒരു എനർജി തരുന്നത്. അതിനു വേണ്ടി തരുന്നത് എസ്പെഷ്യലി ഓക്സിജനും ഗ്ലൈക്കജനുമാണ്. ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മസിൽസിലും ലിവറിലൊക്കെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഈ ആവശ്യത്തിൽ കൂടി വരുന്ന ഗ്ലൂക്കോസ് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടി മസിൽസിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും, ലിവറിലൊക്കെ. അതാണ് ഗ്ലൈക്കജൻ. അപ്പോൾ ഒരു 12 സെക്കൻഡൊക്കെ ടൈം കഴിയുമ്പോൾ മുതൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ക്രിയാറ്റിൻ ആയിരിക്കില്ല അവിടെ നിങ്ങൾക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്സിജനും ഗ്ലൈക്കജനുമാണ്. അതേസമയം ഓക്സിജനും ഗ്ലൈക്കജനും കുറച്ച് മീഡിയം റേഞ്ച്, ഇപ്പോൾ കുറച്ച് മിനിറ്റുകൾ അത് സഹായിക്കും. അതേസമയം നിങ്ങൾ വല്ല കാർഡിയോ എയറോബിക് ആക്ടിവിറ്റി ചെയ്യുകയാണ്, അല്ലെങ്കിൽ എൻഡ്യൂറൻസ് ലോങ് ടൈം എൻഡ്യൂറൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്തായത് ഇപ്പോൾ അരമണിക്കൂർ, എനിക്കൊരു 40 മിനിറ്റ് നിങ്ങൾ ജോഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എനർജി തരാൻ വേണ്ടി ഗ്ലൂക്കോസിന് പറ്റുമോ, ഗ്ലൈക്കജന് പറ്റുമോ? കാരണം ഗ്ലൈക്കജൻ തീർന്നു പോകും 45 മിനിറ്റ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന. അപ്പോൾ എനർജി തരാൻ വേണ്ടി കീറ്റോൺ ബോഡി വേണ്ടി വരും, അതായത് ഫാറ്റിനെ ഊർജ്ജമാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബോഡിയുടെ 3
എന്തു പറയാൻ 3 എനർജി സോഴ്സുകളാണ്, അങ്ങനെ പറയാം 3 എനർജി സോഴ്സുകൾ. ആദ്യത്തെ 10 മുതൽ 12 സെക്കൻഡ്, അതായത് ഈ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഗ്ലൈക്കജൻ, മസിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്ലൂക്കോസിന് പെട്ടെന്ന് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ, അതായത് സഡൻ ആയിട്ടുള്ള ആക്ടിങ്, ഒരു 12-10 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു സഡൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി എനർജി അത്രയും ഫാസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് ശരീരത്തിന് ക്രിയാറ്റിൻ പെട്ടെന്ന്, അതായത് ഇപ്പോൾ എവല്യൂഷണറി ബയോളജി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മൃഗം നിങ്ങളെ പെട്ടെന്ന് കടിക്കാൻ വേണ്ടി ചാടി വീഴുമ്പോൾ പെട്ടെന്ന് ആ ഒരു 10 സെക്കൻഡ് കൊണ്ട് ആ മൃഗത്തെ തള്ളി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഓടാനുള്ള ആ ഒരു സഡനായിട്ട് നിങ്ങൾ ആ എന്തു പറയാൻ കണ്ണ് തുറക്കുന്ന വേഗതയിൽ അത് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ, അതിനാണ് ക്രിയാറ്റിൻ്റെ ആവശ്യം. ഫോസ്ഫോ ക്രിയാറ്റിന് ATP ആണ്. അവിടെ ഓക്സിജനോ ഗ്ലൂക്കോസോ ഒന്നും വർക്കാവുന്നില്ല. ആദ്യത്തെ 10 മുതൽ 12 സെക്കൻഡിൽ നിങ്ങളുടെ പ്രകടനം മൊത്തം നിശ്ചയിക്കുന്നത് ഈ ഫോസ്ഫോ ക്രിയാറ്റിന് ATP ആണ്. ATP എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽസിന് ഊർജ്ജം തരുന്ന തന്മാത്രയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. അപ്പോൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്ന ആളുകൾ, രണ്ടാമത്തെ കാര്യം ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഓവർലോഡായിട്ട് കൊടുക്കണം, 20 ഗ്രാം വീതമൊക്കെ. അത് അറിയാമല്ലോ, എടുക്കുന്ന ആളുകൾക്ക് അറിയാം, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് എവിടെയാണ് വർക്കാവുന്നത്? ആദ്യത്തെ 10 മുതൽ 12 സെക്കൻഡ് വരെയുള്ള സമയത്താണ് ക്രിയാറ്റിൻ വർക്കാവുന്നത്. അതും കൂടുതൽ നമ്മൾ ഫാസ്റ്റ് ടച്ച് മസിൽ ഫൈബേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എക്സ്പ്ലോസീവായിട്ട്, അതായത് നിങ്ങളൊരു 1 റെപ്പ് മാക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 1 മുതൽ 5 റെപ്പ് വരെ, അതൊരു 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് അപ്പ് തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഹൈപ്പോട്രോഫി ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് റപ്സ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് വെയിറ്റ് അതായത് ഒരു 5-10% ഓൾറെഡി ഉള്ളേക്കാളും കൂടുതൽ ബൂസ്റ്റപ്പ് തരും. കാരണം ആദ്യത്തെ ആ ഒരു 10 സെക്കൻഡിൽ ക്രിയാറ്റിൻ നിങ്ങൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കണോണ്ട് തന്നെ ആദ്യത്തെ ഒരു 10-12 സെക്കൻഡ് നിങ്ങൾക്ക് ആ ഒരു ബൂസ്റ്റപ്പ് കിട്ടണോണ്ട് തന്നെ നിങ്ങൾക്കത് സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 10 മുതൽ 12 സെക്കൻഡ്സിന് ശേഷമുള്ള കാര്യം എങ്ങനെയാണ്? അപ്പോൾ നിങ്ങളൊരു കാര്യം നിർത്താതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് 12 സെക്കൻഡ് 15 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്രിയാറ്റിന് വലിയ റോളൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഗ്ലൈക്കജൻ ആയിട്ട് മാറും. ക്രിയാറ്റിൻ വർക്കാവുന്നത് ആദ്യത്തെ ഒരു 10 മുതൽ 12 സെക്കൻഡ് നിങ്ങൾ എന്ത് ആക്ടിവിറ്റി സ്പീഡ് ചെയ്യുന്നു അതിനെ മാത്രമേ ക്രിയാറ്റിൻ നിങ്ങൾക്ക് ഊർജ്ജം പ്രൊവൈഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ക്രിയാറ്റിനാണ് അതിന് സഹായിക്കുന്നത്. അതിന് ശേഷം വന്നാൽ ഗ്ലൈക്കജനാണ്, മസിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കജനാണ് സഹായിക്കുന്നത്. ഗ്ലൂക്കോസ് അതും ഓക്സിജനുമാണ് യൂസ് ചെയ്യുന്നത്. ഒരു മീഡിയം ഇൻറ്റൻസിറ്റി, കുറച്ച് നേരം നീണ്ടു നിൽക്കുന്ന ടൈമിങ്ങിന്. നിങ്ങളിപ്പോൾ ലോങ് ടൈം, ഇപ്പോൾ അരമണിക്കൂർ 40 മിനിറ്റ് 1 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന നിർത്താതെയുള്ള ജോഗിങ്, നിർത്താതെയുള്ള സൈക്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശരീരം ഓക്സിജനും കീറ്റോൺ ബോഡീസാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഫാറ്റ്. കാരണം ഗ്ലൈക്കജൻ തീരുമല്ലോ, കുറച്ച് മീഡിയം ചെയ്യുമ്പോൾ തന്നെ തീരും. അതിനുശേഷം ഫാറ്റാണ് ഊർജ്ജമായിട്ട്, അത് ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. നമുക്കറിയാം ഈ ഫാറ്റ് ഊർജ്ജമായിട്ട് എടുക്കാൻ, കീറ്റോൺ ബോഡീസ് ഉൽപ്പാദിപ്പിക്കാൻ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഗ്ലൈക്കജൻ സ്റ്റോറൊക്കെ തീർന്ന് കഴിഞ്ഞിട്ടാണ് പയ്യ ശരീരം ഈ കീറ്റോൺ ബോഡീസ്, അതായത് കൊഴുപ്പിനെ ഊർജ്ജമായിട്ട് എടുക്കുന്നത്. അത് വളരെ സ്ലോ ആണ്. പക്ഷേ അത് സ്ലോ ആണെങ്കിലും ഒരുപാട് നേരം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഈ കീറ്റോൺ ബോഡി യൂസ് ചെയ്ത്. ഗ്ലൈക്കജൻ യൂസ് ചെയ്ത് കുറച്ചൊരു മീഡിയം ലെവൽ ടൈമിൽ ചെയ്യാൻ പറ്റും. സഡൻ ആയിട്ടുള്ളൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു 10-12 സെക്കൻഡ് ആണെങ്കിൽ അവിടെ ക്രിയാറ്റിനാണ് റോള് വഹിക്കുന്നത്. ഇനി ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ മെജോറിറ്റി ക്രിയാറ്റിന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിലാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്രെയിനിലും ടെസ്റ്റിക്കിൾസിലും അവിടെയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും ക്രിയാറ്റിൻ കുറച്ച്. അപ്പോൾ നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് 1 മുതൽ 2 ഗ്രാം ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ക്രിയാറ്റിൻ കൊടുക്കും. അപ്പോൾ ഈ ക്രിയാറ്റിൻ മൊത്തം സ്കെൽറ്റൻ മസിലാണ് 90% സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം മൊത്തം ഈ ക്രിയാറ്റിൻ വലിച്ചെടുക്കും. ഇത് വലിച്ചെടുത്ത് എന്തു പറയുക, ശരീരം ഒന്ന് ചീർക്കും. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ക്രിയാറ്റിൻ അടിക്കുന്ന ഒരുമാതിരി ചീർത്തിരിക്കും. അത് പെട്ടെന്ന് അറിവില്ലാത്ത ആളുകൾ നോക്കുമ്പോൾ എന്തോ മസിൽ മാസ് എന്ന് തോന്നും. അത് മസിൽ മാസ് ഒന്നും അല്ല, ക്രിയാറ്റിൻ അടിക്കുമ്പോൾ ഉള്ള ആ ചീർത്തിങ്ങനെ വാട്ടർ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ക്രിയാറ്റിൻ്റെ ആ ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന തന്നെ ഇതാണ്, അതായത് ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. കാരണം കുടിക്കുന്ന വെള്ളം മൊത്തം ഇത് വലിച്ചെടുക്കണോണ്ട് നിങ്ങൾ ഡീഹൈഡ്രേഷനിലോട്ട് പോകും. അപ്പം ക്രിയാറ്റിൻ യൂസ് ചെയ്ത് വെള്ളം കുറവാണ് കുടിക്കുന്നതെങ്കിൽ കിഡ്നിക്കൊക്കെ അറിയാമല്ലോ വെള്ളം കുറച്ച് കുടിച്ചാൽ എന്തൊക്കെയാണ് പറ്റുന്നതെന്ന്. ഡീഹൈഡ്രേഷൻ വരും, അങ്ങനെ പ്രശ്നം വരും. രണ്ടാമത്തെ കാര്യം, ഈ ക്രിയാറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഒരു പറയാനുള്ള കാര്യം ഈ പെടുക്കലാണ്, മൂത്രം ഒഴിക്കലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ശരാശരി ഒരാൾ സാധാരണ ജോലി ചെയ്ത് ഓഫീസിൽ വർക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെ സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾ
അയാൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ചെയ്യുന്ന ജോലി ചെയ്യാൻ പറ്റും, ഇടയ്ക്കിടയ്ക്ക് പെടുക്കാൻ പോകേണ്ടി വരും. പിന്നെ എത്രമാത്രം ഇങ്ങനെ ലിറ്റർ കണക്കിന് വെള്ളം കുടിക്കണ്ടേ? അപ്പോൾ കുടിക്കും പെടുക്കും. അപ്പം ആലോചിക്കണം, ഈ ക്രിയാറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ ഒരു 15% പെർഫോമൻസ് വ്യത്യാസം. അത് ആദ്യത്തെ ഒരു 10-12 സെക്കൻഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിൽ അത്രയേ ഉള്ളൂ. എൻഡുറൻസിനൊന്നും ക്രിയാറ്റിന് ബെനിഫിറ്റ് ഒന്നുമില്ല. ഇപ്പോൾ എൻഡുറൻസ് വർക്കൗട്ട് ചെയ്യുന്ന ആൾ, എൻഡുറൻസിന് വേണ്ടി ചെയ്യുന്ന ആളുകൾ ക്രിയാറ്റിൻ എടുത്തിട്ട് ഒരു കാര്യമില്ല. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ആദ്യത്തെ 10 മുതൽ 12 സെക്കൻഡ് നിങ്ങൾക്ക് എനർജി തരാം. അത് സഡനായിട്ട് ആക്ടിവിറ്റി. കാരണം ഗ്ലൈക്കജന്, ഗ്ലൂക്കോസിന് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഗ്ലൂക്കോസ് ഊർജ്ജമായിട്ട് വരാൻ വേണ്ടി ഒരു 10-15 സെക്കൻഡ് കൂടുതൽ ടൈം വേണം. അതായത് കണ്ണടയ്ക്കുന്ന നിമിഷം തന്നെ നിങ്ങൾക്കൊരു കാര്യം പെട്ടെന്ന് ചെയ്യാനുള്ള ഊർജ്ജം ക്രിയാറ്റിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതാണ് ക്രിയാറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. ക്രിയാറ്റിൻ എന്തിനാണ് വർക്കാവണമെന്ന് കൂടെ മനസ്സിലാക്കണം. അതെ, നിങ്ങളെ ഗോൾ അനുസരിച്ച് മാത്രം ക്രിയാറ്റ് സപ്ലിമെൻ്റ് എടുക്കുക. അത് ഇപ്പോൾ കണ്ട എല്ലാവരും ഇപ്പോൾ വേ പ്രോട്ടീൻ പോലെ ഇങ്ങനെ ക്രിയാറ്റിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആവശ്യമുള്ളവരും ആവശ്യമില്ലാത്തവരും. ഇപ്പോൾ സ്പ്രിൻറ്റിങ് ചെയ്യുന്ന ആളുകൾ, വളരെ വേഗത്തിൽ സ്പ്രിൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ക്രിയാറ്റിൻ ഉപകരിക്കും. സ്പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്നതാണ്. അതേസമയം മാരത്തോൺ റണ്ണർ ഓടുന്ന ആൾ ക്രിയാറ്റിൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അയാളുടെ അടിസ്ഥാന ഊർജ്ജം അയാൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ അടിസ്ഥാന സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റും ഓക്സിജനുമാണ്. അവിടെ ക്രിയാറ്റിന് വലിയ റോളില്ല. ഗ്ലൈക്കജനും ആദ്യത്തെ കുറച്ച് സമയം കഴിയുമ്പോൾ തീർന്നു പോകും. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ, ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഗോൾ എന്താണോ, ഇപ്പോൾ മാർഷൽ ആർട്സ് പഠിക്കുന്ന ആളുകൾക്ക് അവരിപ്പോൾ ഞാൻ ഈ പറയും പോലെ ഒരുപാട് നേരം പഞ്ച് ചെയ്യുക, കിക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ക്രിയാറ്റിൻ സഹായിക്കത്തില്ല. ക്രിയാറ്റിൻ എവിടെയാണ് വർക്കാവണേന്നും കൂടെ അറിയണം. ആദ്യത്തെ ഒരു 10-12 സെക്കൻഡ് ഇപ്പോൾ 1 റെപ്പ് മാക്സ്, പവർ ലിഫ്റ്റിങ്, മറ്റേ സ്നാച്ച്, ക്ലീൻ ആൻഡ് ജെർക്ക്, അങ്ങനെയൊക്കെയുള്ള വർക്കൗട്ടുകളുണ്ടല്ലോ. അല്ലെങ്കിൽ ഹൈപ്പോട്രോഫിയിൽ മാസ് കയറ്റാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത്, അതിനൊക്കെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ ഗോൾ ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ ഗോൾ വല്ല എൻഡുറൻസ് ആണോ, അല്ലെങ്കിൽ മറ്റേ കാർഡിയോ ആണോ, ലോങ് ടൈം എറോബിക് കാർഡിയോ ആണോ, അല്ലെങ്കിൽ എറോബിക് എൻഡുറൻസ് ആക്ടിവിറ്റി ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ ക്രിയാറ്റിൻ എടുക്കുന്ന നിങ്ങൾക്ക് വെറുതെ പണം നഷ്ടമാണ്. അവിടെ ക്രിയാറ്റിന് വേറെ റോളൊന്നുമില്ല. അവിടെ ഗ്ലൈക്കജനും ഫാറ്റും ഓക്സിജനൊക്കെയാണ് റോൾ വഹിക്കുന്നത്. ATP പ്ലസ് ഫോസ്ഫോ ക്രിയാറ്റിൻ വർക്കാവുന്ന ആദ്യത്തെ ഒരു 10-12 സെക്കൻഡ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വെറുതെ ആരും പൈസ കളയരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ശരീരം നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയാറ്റിൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ, അതായത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ക്രിയാറ്റിൻ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ക്രിയാറ്റിനുണ്ട്. അത് ഓവർഡോസ് ആയിട്ട് കൊടുത്തെന്ന് പറഞ്ഞ് ചില ആളുകൾക്ക് പെർഫോമൻസ് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് ക്രിയാറ്റിൻ അടിച്ചിട്ടും എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. കാരണം എന്താണ്, ഇവരുടെ ശരീരം നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയാറ്റിൻ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്രിയാറ്റിൻ മതി അവരുടെ പെർഫോമൻസിന്. അപ്പോൾ അത് തന്നെ ധാരാളം മതി. അപ്പോൾ അതിൽ കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അവരുടെ ശരീരത്തിൽ നാച്ചുറലായിട്ടുള്ളത് മാത്രം മതി അവർക്ക്. മനസ്സിലായില്ലേ? ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് എടുക്കുന്ന ഒരു ചെറിയൊരു മൈനോറിറ്റി ആളുകൾ, നാച്ചുറലായിട്ട് നല്ല രീതിയിൽ ക്രിയാറ്റിൻ ഉൽപ്പാദിപ്പിച്ച് മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ സപ്ലിമെൻ്റ് എടുത്തെന്ന് പറഞ്ഞ ഗുണമൊന്നുമില്ല. ഇനി അല്ലാതെ നാച്ചുറലായിട്ട് ക്രിയാറ്റിൻ ഭയങ്കര ഈ ഞാൻ പറഞ്ഞ ചില മൈനോറിറ്റിയെ പോലെ അല്ലാതെ കുറച്ച് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് സപ്ലിമെൻ്റ് കൊടുത്ത് കൂടുതൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടി എന്ന ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഒരു 10 മുതൽ 12 സെക്കൻഡ് ഇടവേളയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി ഗുണം ചെയ്യും. അത് ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു 50 കിലോ എടുക്കുന്നവന് ചിലപ്പോൾ ഒരു 55 കിലോ എടുക്കാൻ പറ്റും. ആ ഒരു മാക്സിമം, ആ ഒരു 10 സെക്കൻഡ് സമയത്തുള്ള മാക്സിമം ക്രിയാറ്റിൻ ഊർജ്ജം കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇതാണ് ക്രിയാറ്റിൻ വർക്കാവുന്നത്. അല്ല ഇതൊരു മാജിക്കലായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രിയാറ്റിൻ ഒരു മാജിക്കൽ പൗഡർ ഒന്നുമല്ല. നമ്മുടെ ക്രിയാറ്റിൻ എന്താണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എങ്ങനെയാണ് വർക്കാവുന്നത്, അത് എന്താണ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്രിയാറ്റിൻ മാത്രം അടിച്ചെന്ന് പറഞ്ഞ് ക്രിയാറ്റിനും അടിച്ച് വെറുതെ കയറി ഇരുന്ന ഒരു കാര്യവും ഇല്ല. കാരണം ഈ മസിലിൽ സ്റ്റോറായി കയറി ചീർത്തിരിക്കും, അല്ല പെർഫോമൻസ് ഒന്നും കൂടത്തില്ല. അപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതെന്തോ മസിൽ ബിൽഡ് ചെയ്യാനുള്ള മാജിക്കലായിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ഒന്നുമല്ല. ക്രിയാറ്റിൻ നമ്മുടെ നാച്ചുറലായിട്ടുള്ളതാണ്. ആദ്യത്തെ കുറച്ച് സഡൻ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിക്ക് വേണ്ടി എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എവല്യൂഷൻ ഉണ്ടാക്കിയതാണ്. 3 അമിനോ ആസിഡ്സ് ചേർന്ന് രൂപപ്പെടുത്തിയത്, ഉൽപ്പാദിപ്പിച്ചതാണ് ക്രിയാറ്റിൻ. അത് കൊടുക്കുമ്പോൾ അതിന് ഒരു ബൂസ്റ്റപ്പ് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ വെള്ളം കയറി വലിച്ചെടുത്ത് ചീർത്തിരിക്കും, പെടുത്ത് നടക്കേണ്ടി വരും. അത് ഭയങ്കര ബോറിംഗ് അല്ല, ഇങ്ങനെ വെള്ളം ഇളുത്ത് കെട്ടിക്കൊണ്ടിരിക്കണം. എനിക്കെന്നെ ചിന്തിക്കാൻ വയ്യ ഈ ലിറ്റർ കണക്കിന് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നം. പിന്നെ ക്രിയാറ്റിനിൻ, ഇതിങ്ങനെ കൂടുതൽ ക്രിയാറ്റിൻ എടുക്കുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ക്രിയാറ്റിനിൻ, പിന്നെ കിഡ്നിക്ക് പ്രശ്നമൊക്കെ ഉള്ള ആളുകൾ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് എടുക്കാനൊക്കെ സൂക്ഷിച്ചൊക്കെ എടുക്കണം. പിന്നെ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, അതെന്തായാലും കുറച്ച് ഓവറാണ്. കാരണം ഈ
നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് സഡനായിട്ട് രക്ഷപ്പെടാനൊക്കെ ഉള്ള ക്രിയാറ്റിൻ അല്ലെങ്കിൽ സഡനായിട്ടുള്ള ഇപ്പം ഞാൻ ക്രിയാറ്റിൻ അടിച്ചിട്ടാണ് എൻ്റെ ഈ പെർഫോമൻസ് സ്ട്രെങ്ത് ഒക്കെ ഇരിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള തന്നെയാണ്, എൻ്റെ ക്രിയാറ്റിൻ തന്നെയാണ്, നാച്ചുറൽ ക്രിയാറ്റിൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ക്രിയാറ്റിൻ ആവശ്യമില്ല. ഇനിയിപ്പോൾ എടുക്കണവർ തന്നെ അവരുടെ ആ രീതിക്ക് എടുക്കുക, ഒരു 10-15% എക്സ്ട്രാ കൂട്ടും. എൻ്റെയൊക്കെ ഒരു ഫിലോസഫി നമ്മുടെ യഥാർത്ഥ ക്വാളിറ്റി കൊണ്ട് ചെയ്യുക, അല്ലാതെ എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് ഫേക്കായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇതിൽ എന്തെങ്കിലും ചെയ്തിട്ട് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് 50 കിലോ പൊക്കാൻ പറ്റുമെങ്കിൽ 50 കിലോ പൊക്കിയാൽ മതി. അല്ല ക്രിയാറ്റിൻ അടിച്ചിട്ട് അതിൻ്റെ ഔദാര്യത്തിൽ ഫേക്കായിട്ട് കൊടുത്തിട്ട് 5 കിലോയും കൂടെ ആഡ് ചെയ്തിട്ട് ആളാവണേ എന്ന് പ്രസക്തിയില്ല. നിങ്ങൾക്ക് 55 കിലോ പൊക്കണമെങ്കിൽ നാച്ചുറലായിട്ട് നിങ്ങളുടെ കരുത്ത് കൊണ്ട് ചെയ്ത് പൊക്കണം. അല്ല ക്രിയാറ്റിൻ അടിച്ചിട്ട് ആ ഒരു 5 കിലോ ലോഡും കൂടെ കൂടുതൽ പൊക്കുന്നു, അത് വലിയ ഗമയൊന്നും അല്ല. എൻ്റെ ഇതിലാണ് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ നാച്ചുറൽ ക്രിയാറ്റിൻ കൊണ്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ക്രിയാറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി ചോദിക്കരുത്, ഞാൻ ക്രിയാറ്റിനെ കുറിച്ച് എത്രയും നാളുകൊണ്ട് പറയാൻ തുടങ്ങി, ഇതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നത്. ഇനി ചോദിക്കല്ലേ ക്രിയാറ്റിനെ കുറിച്ച് ഇതാണ് ക്രിയാറ്റിൻ. അപ്പോൾ ആരെടുക്കണം ആരെടുക്കണ്ട ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു ചില ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾ, ഞാനൊക്കെ ഇനിയിപ്പോൾ ക്രിയാറ്റിൻ അടിച്ചാലും പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നത്, കാരണം എൻ്റെ ശരീരം നാച്ചുറൽ ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയാറ്റിൻ തന്നെ എനിക്ക് ധാരാളം മതി. കൂടുതൽ കൊടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഗുണമൊന്നുമില്ല, മനസ്സിലായില്ലേ? കാരണം നമ്മുടെ ആക്ടിവിറ്റിയൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ക്രിയാറ്റിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ആക്ടിവിറ്റിയിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ക്രിയാറ്റിൻ്റെ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.